നമസ്കാരം. ജാതക കഥകളിലെ 76-ാമത്തെ കഥ അവിവേകത്തിൻ്റെ ഫലം. ബോധിസത്വൻ സന്യാസിയായി കഴിയുന്ന കാലം. കാട്ടിനടുത്തുള്ള ഒരു ആശ്രമത്തിലാണ് താമസം. ഒപ്പം ധാരാളം ശിഷ്യന്മാരുമുണ്ട്. അദ്ദേഹത്തിന് എല്ലാ വിദ്യകളും അറിയാം. മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള മന്ത്രം പോലും വശമായിരുന്നു. ഒരിക്കൽ ഒരു ശിഷ്യന് അദ്ദേഹം മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. വളരെ അത്യാവശ്യമുള്ള സന്ദർഭത്തിലെ ഈ മന്ത്രം ഉപയോഗിക്കാവൂ എന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. കുറച്ചു ദിവസം കഴിഞ്ഞു. ആ ശിഷ്യൻ കൂട്ടുകാരോടൊപ്പം കാട്ടിൽ കൂടി യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരു പുലി ചത്തുകിടക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ വിദ്യ ഒന്ന് പ്രയോഗിച്ചു നോക്കാൻ അയാൾക്ക് ആവേശമായി. കൂട്ടുകാരുടെ മുമ്പിൽ കേമനാവുകയും ചെയ്യാമല്ലോ. അയാൾ പറഞ്ഞു, ഞാനിപ്പോൾ ഈ പുലിയെ ജീവിപ്പിക്കാം, എന്നാൽ അതൊന്ന് കാണട്ടെ എന്നായി കൂട്ടുകാർ. അയാൾ പുലിയുടെ ജഡത്തിന് അടുത്ത് ചെന്ന് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള മന്ത്രം ജപിച്ചു. ജീവൻ കിട്ടിയ പുലി അലറി കുതിച്ചുകൊണ്ട് അയാളുടെ നേരെ ചാടി വീണു. ജീവൻ നൽകിയവനെ തന്നെ അടിച്ചു കൊന്നു. ഓടി രക്ഷപ്പെട്ട മറ്റു ശിഷ്യന്മാർ ബോധിസത്വൻ്റെ അടുത്ത് ചെന്ന് വിവരങ്ങളെല്ലാം അറിയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിവേകമുണ്ടെങ്കിലേ വിദ്യ ഫലപ്പെടൂ. നന്ദി.